നമസ്കാരം. നമുക്കിന്ന് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ചട്നി ചെയ്ത് നോക്കാം. അതിനേക്കായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഉഴുന്നുപരിപ്പ് സ്കിപ്പ് ആക്കരുത് കേട്ടോ. ചിലർ കടുക് പൊട്ടിക്കുമ്പോഴാണ് ഇത് ചേർക്കുന്നത്, പക്ഷെ ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ചേർക്കണം. ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ട് മൂക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുക. ഉഴുന്നിന്റെ കളർ മാറി വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 7-8 പീസ് ചെറിയ ഉള്ളി, ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കിയത്, ഇത്ര ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാളയുടെ ഒക്കെ കളർ മാറി വരണം. അതിന്റെ കൂട്ടത്തിൽ എരിവിനായിട്ട് ഞാൻ 2-3 ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള ഉണക്കമുളകാണിത്. ഇതെല്ലാം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 തക്കാളി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചട്നിയാണ്. ഈ തക്കാളി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് നന്നായി വഴറ്റണം. ഇത് ഭയങ്കരമായിട്ട് ഇത് മൂത്ത് ഡ്രൈ ആയി ഒന്നും വരണ്ട, നന്നായി വഴന്ന് വന്നാൽ മതി. അതിന്റെ ആ പച്ചച്ചുവയെല്ലാം മാറി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഈ കളറിന് വേണ്ടി മാത്രം ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് എരിവുണ്ട്. എങ്കിലും ഒരു കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. കണ്ടോ, ഇതെല്ലാം വെള്ളം എല്ലാം വറ്റി തക്കാളി എല്ലാം അതിന്റെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരയണം. അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ ദോശയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ചട്നിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.